മേഘ ഇന്ന് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുകയാണ്. നമ്മുടെ വയനാട് തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇതുവരെ 2 മരണം എന്നാണ് പറയുന്നത്. 10ഓളം പേരെ കാണാതായിട്ടുണ്ട്. ഇനിയും ഒരുപക്ഷെ ഈ ഒരു കാഷ്വാലിറ്റി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും ഈ ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഒരു വികസനത്തിൻ്റെ ഒരു ദുരന്തപത്രം എന്ന് പറയാൻ കഴിയില്ല ഈ ഒരു ഇന്ന് സംഭവിച്ചത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ നിന്ന് കേൾക്കുന്നത് പോലും മലയാളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മണ്ണിടിച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക മുണ്ടക്കൈ ചുരൽമല ദുരന്തമാണ്. അത് സംഭവിച്ച ആ നിമിഷം മുതൽ ഇങ്ങോട്ട് നമ്മൾ അതിൻ്റെ വാർത്തകൾ കണ്ടിട്ടുണ്ട്, അതിനുശേഷമുള്ള ദുരിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മണ്ണിടിച്ചിൽ എപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും തടയണം എന്ന് തന്നെയാണ് ഇത് നേരിട്ട് കണ്ടിട്ടുള്ള, ഇത് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളും മാധ്യമപ്രവർത്തകരും എല്ലാം അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അവിടുത്തെ MLA ടി സിദ്ദിഖ് പറയുന്നുണ്ട്, ഇത് പ്രകൃതി ദുരന്തമായിരുന്നില്ല, മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയായിരുന്നു. അവിടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട് അവിടെ വെള്ളം കെട്ടി അങ്ങനെ ഇടിഞ്ഞു തുടങ്ങിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആരുടെ തലയിൽ ബ്ലെയിം ഇട്ടാൽ പോലും, ഇപ്പോൾ ഈ സർക്കാരിനെയോ മുൻ സർക്കാരിനെയോ പഴിച്ചാൽ പോലും നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സംഭവിച്ചു പോയതാണ്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇതിൽ പറയാൻ കഴിയുള്ളൂ. ഇത്തരം ഒരു പരിസ്ഥിതി ലോല മേഖലകളിൽ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും പാലിക്കാത്തതാണ് ഇതുപോലൊരു വലിയ ദുരന്തത്തിന് കാരണമെന്ന് പൊതുവെ പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ VD സതീശൻ ഈ പറഞ്ഞ വയനാട് തുരങ്കപാതയ്ക്ക് എതിരായി നിന്ന ഒരാളല്ല. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ ആരംഭ പ്രക്രിയകളെല്ലാം ആരംഭിക്കുന്നത്. നോക്കുകയാണെങ്കിൽ പിണറായി സർക്കാരിന്റെ കിരീടത്തിലെ പൊൻതൂവൽ, നാളെ ഒരു ദിവസം വയനാട് തുരങ്കപാത നിർമ്മാണം പൂർത്തിയാവുകയാണെങ്കിൽ ഇത് എൻ്റെ പദ്ധതിയാണെന്ന് പറയാൻ കഴിയുന്ന, ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്നത് പോലെ ശിലാഫലമൊക്കെ അനാച്ഛാദനം ചെയ്തൊരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് എല്ലാം മുന്നോട്ട് പോയൊരു പദ്ധതിയാണ്. പക്ഷെ അപ്പോഴും VD സതീശൻ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. VD സതീശൻ മാത്രമല്ല, പരിസ്ഥിതിയെ പറ്റി ഒരു ബേസിക് നോളജുള്ള വ്യക്തികൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഈ വളരെ പരിസ്ഥിതി ലോലമായ മേഖലയാണ് ഈ പറഞ്ഞ വയനാട് മേഖല എന്ന് പറയുന്നത്. അത് മുണ്ടക്കൈ ചുരൽമല ദുരന്ത സമയത്ത് കുറച്ചുകൂടി വ്യക്തമായതാണ് മലയാളികൾക്ക്. കാരണം ഒരു ചെറിയ കുലുക്കമുണ്ടായാൽ അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം തട്ടിയാൽ പോലും അവിടുത്തെ ആ ഒരു സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് നശിക്കും. അപ്പോൾ ലാൻഡ് സ്ലൈഡ് പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ പരിസ്ഥിതി ലോല പ്രദേശമായ വെസ്റ്റേൺ ഗാർഡ്സിന്റെ അത്രയും പരിസ്ഥിതി ലോല പ്രദേശമായ ആ മേഖലകളിൽ ഒരു തുരങ്കപാത ഉണ്ടാക്കുന്നത് പോലുള്ള വലിയൊരു പ്രക്രിയ നടക്കുമ്പോൾ നടക്കേണ്ട കൃത്യമായ പഠനങ്ങളുണ്ട്. കൃത്യമായിട്ടുള്ള പഠനം നടത്തി അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി കൃത്യമായി എൻവയോൺമെന്റലിസ്റ്റുകളെ കൊണ്ടുവന്ന് സംസാരിച്ചു ഇതിനെല്ലാം ഒരു തീർപ്പുണ്ടാക്കണം. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പോൾ ഈ പറഞ്ഞ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് കുറെ പോസിറ്റീവ് കാര്യങ്ങൾ ഇടതുപക്ഷം അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങളായിരുന്നു, ഇതിനെ ഒന്നും ഓപ്പോസ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ വയനാട് മേഖലകളിലൂടെയുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടും. അതെ, മെച്ചപ്പെടും. ഈ ചുറ്റിക്കറങ്ങി പോകുന്നതിനേക്കാൾ തുരങ്കപാതയിലൂടെ പോകുന്നതിനൊരു കുറവ് സമയം എടുത്താൽ മതി എന്നുള്ളൊരു നല്ലൊരു പോസിറ്റീവ് കാര്യമുണ്ട്. അതുപോലെ തന്നെ ടൂറിസം മേഖല വർദ്ധിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, അപകടങ്ങൾ കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇത് ഇത് നടപ്പാക്കുന്നതിന് ഒരു ശാസ്ത്രീയ രീതിയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ഡോമിനൻസ് സൊസൈറ്റി ആയതുകൊണ്ട്, നമ്മുടെ ലോകം ഭരിക്കുന്നത് മനുഷ്യരായതുകൊണ്ട് തന്നെ മനുഷ്യരുടെ സൗകര്യങ്ങൾക്കനുസരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന് പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയണം, മനുഷ്യന് ടൂറിസം മേഖലകൾ മെച്ചപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതെല്ലാം സജ്ജീകരിക്കുന്നു, നല്ലത്. പക്ഷെ പ്രകൃതി ഇതിനെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. ഇത് ഏത് വഴിയിലൂടെയാണ് ഇത് കൃത്യമായി നടത്തേണ്ടത്, എവിടെ കൂടെ ചെയ്താലാണ് ഇത് ശാസ്ത്രീയമായി നിർമ്മിക്കാൻ കഴിയുക, എന്തെങ്കിലും ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട് കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട് നമുക്കറിയാം, ആർക്കാണ് അതിനെപ്പറ്റി കൃത്യമായി അറിയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ പരിസ്ഥിതിയെ പറ്റി സംസാരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് മുഴുവൻ വായിച്ച് ഇതിനെപ്പറ്റി പഠിച്ച് ഗ്രാഹ്യമുള്ളവരാണോ ഈ സംസാരിക്കുന്നത്? ഇപ്പൊ ഈ സംസാരിക്കുന്ന എനിക്ക് പോലും ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ മുഴുവൻ ഘടനയെ പറ്റി കൃത്യമായ ധാരണയില്ല. അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എടുത്തു വെച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തു എന്നല്ലാതെ ഇതിനെ മുഴുവൻ പഠന വിഷയമാക്കാൻ പലരും ശ്രമിച്ചിട്ടില്ല.
അപ്പോൾ അതിന്റെ എല്ലാം ബാക്കി പത്രമാണ് ഈ പറഞ്ഞ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ ഈ ലാൻഡ് സ്ലൈഡ് ഇങ്ങനെ വരുന്നതിന്റെ വിഷ്വൽസ് കാണാതെ ഇതിന്റെ മുന്നിൽ ആൾക്കാർ ഓടുകയാണ്. ഈ ഓടിയ മനുഷ്യർ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കുടുങ്ങിക്കിടക്കുന്നവർ എത്രയാണെന്ന് പോലും ഒരു എണ്ണമില്ല. അതെ, ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ഒരു പ്രൈവറ്റ് ബസ് ഒരു വെള്ളത്തിൽ ഇങ്ങനെ തടഞ്ഞു കിടക്കുന്നതും അതിലേക്ക് മുങ്ങിപ്പോകുന്ന വിഷ്വല് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വ്യാപ്തി ഇപ്പൊ ഈ തിരുവനന്തപുരത്തോ ആലുവയിലോ ഇരിക്കുന്ന നമുക്കോ ആർക്കോ ഇതിൽ പ്രശ്നമില്ല. ഈ പറഞ്ഞ ഈ മേപ്പാടിക്ക് അടുത്ത് കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ജനവാസ മേഖല ഈ തൊട്ടടുത്തുള്ള മേഖലകളിൽ ഒന്നും തന്നെ ഇല്ല. ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആണ്, തൊഴിലാളികൾക്കാണ് പലർക്കും അപകടം സംഭവിച്ചിട്ടുള്ളത്. അവരും മനുഷ്യരല്ലേ, അവരുടെ ജീവൻ ആര് വില പറയും? ചിലപ്പോൾ ഈ പറയുന്ന പോലെ ചുരൽമല ഒരു ഗ്രാമമായിരുന്നതുകൊണ്ട് അതൊരു ഏരിയ ആയിരുന്നത് കൊണ്ട് അതിനുവേണ്ടി ഗ്രീവ് ചെയ്യാൻ കുറെ കൂടി ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവർക്ക് വേണ്ടി ആര് ഗ്രീവ് ചെയ്യും? ഇവരുടെ കുടുംബങ്ങളെ ആര് നോക്കും? ഇനി കുറച്ചുനാൾ കഴിഞ്ഞ് ഇവർക്ക് എന്തെങ്കിലും ധനസഹായമോ നഷ്ടപരിഹാരമോ കൊടുത്തത് കൊണ്ട് ഇത് തീരുന്നില്ല. ലൈക്ക് ഇവരുടെ നഷ്ടവും തീരുന്നില്ല, ഈ പറഞ്ഞ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക വിഷയങ്ങളും മാറുന്നില്ല. ഇനി ഈ പറഞ്ഞ തുരങ്കപാതയിൽ നിന്ന് പിന്മാറുകയോ വികസനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയോ ചെയ്യണമെന്നല്ല പറയുന്നത്. ഇതിന്മേൽ കൃത്യമായ പഠനം നടക്കണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായ പഠനം നടക്കണം. ഇനി എങ്ങനെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പഠിക്കണം. ഇപ്പോൾ നമ്മുടെ MLA ടി സിദ്ദിഖ് എന്ന് പറയുന്നത് ഇവിടെ അശാസ്ത്രീയമായുള്ള നിർമ്മാണം നടന്നതിന്റെ പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പരിഹരിക്കപ്പെടണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതിനെ പറ്റി കൃത്യമായ ഗ്രാഹ്യം ഉണ്ടാകണം. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഈ ദുരന്തത്തെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് എങ്ങനെ ഇതിനെ തടയാം എന്നുള്ളതിനെ പറ്റി ആയിരിക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ നമ്മുടെ വടക്കൻ കേരളം, ഈ വയനാട് കോഴിക്കോട് ആ ഒരു ഭാഗമെല്ലാം ഒരു തീരെ പരിസ്ഥിതി ലോലമാണ്. ഒരു മഴ വന്നാൽ പോലും ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചേക്കാൻ 90% സാധ്യതയുള്ള ഒരു പ്രദേശം. ഇതുപോലുള്ള ഒരു സ്ഥലത്ത് നോക്കണം, ഒരു തുരങ്കപാതയാണ്. അതായത് വലിയൊരു മല തുരന്ന് അതിൻ്റെ അടിഭാഗം മുതൽ തുരന്നാണ് അപ്പുറത്തേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തിന് ഇടിവ്, ശോഷിപ്പും കാര്യങ്ങളും എല്ലാം സംഭവിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചേക്കാവുന്ന ആഘാതങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ഒന്നും മുന്നിൽ കാണാതെ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയതാണ് ആരായാലും ചെയ്തത് തെറ്റായിപ്പോയത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ വികസനം വേണ്ട എന്ന് ഇവിടെ ആരും പറയുന്നില്ല. അപ്പോൾ ഈ സർക്കാരോ പണ്ട് പ്രതിപക്ഷത്തിരുന്ന ആ ടീമോ ഒന്നും ഈ പറഞ്ഞ വികസനത്തിന് എതിരൊന്നുമല്ല. വികസനം ഉണ്ടാകണം. ഇപ്പോൾ തുരങ്കപാത ഉണ്ടാകുമ്പോൾ നമുക്ക് ലാഭിക്കാൻ കഴിയുന്ന സമയമെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അപ്പോൾ അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അസറ്റും വലിയൊരു പോസിറ്റീവ് ആസ്പെക്റ്റും തന്നെയാണ്. പക്ഷേ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ വികസനത്തിനൊപ്പം തന്നെ സുരക്ഷയും ഉറപ്പുവരുത്തണ്ടേ? അപ്പോൾ ഒന്നാലോചിക്കൂ, ഈ തുരങ്കപാത നിർമ്മാണത്തിന് ശേഷമാണ് അതുവഴി വണ്ടികൾ അല്ലെങ്കിൽ യാത്രക്കാർ കൂടുതലായി പോയി തുടങ്ങുന്ന ഒരു സമയത്തിന് ശേഷമാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ചതെങ്കിലോ? തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ദുരന്തം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക്, അതിനു ചുറ്റും താമസിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ആ ട്രോമ എന്ന് പറയുന്നത് ചെറുതല്ല. ഇതിനെ അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. വികസനത്തിനൊപ്പം സുരക്ഷയും കൂടി ഉറപ്പുവരുത്തിയ ശേഷം ഈ നാട്ടിൽ ട്രെയിനോ റോഡോ ബസ്സോ എന്ത് വേണമെങ്കിലും വന്നോട്ടെ. അത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയമല്ല പറയേണ്ടത്. അതായത് ദീർഘവീക്ഷണമില്ലാത്ത ചിലരുടെ വീഴ്ചയാണ് ഇതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത്. ഇനി ഭാവിയിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനെങ്കിലും ഗാഡ്ഗിൽ പോലുള്ള റിപ്പോർട്ടുകൾ തള്ളാതെ പരിസ്ഥിതിക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള വികസനങ്ങൾ നമ്മുടെ നാടിന് നൽകുക, അതാണ് ഇനി ചെയ്യേണ്ടത്.